നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ചേട്ടാ സുചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പറ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തി എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴായിരിക്കും. കാരണം സൂചിച്ചേട്ടൻ്റെ അച്ഛനൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. സൂചിച്ചേട്ടൻ തന്നെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് കുറച്ചും കൂടി പൊന്നഭിലാഷ, നിങ്ങൾക്ക് ഈ താടി മുടിയൊക്കെ കിട്ടി ഒന്ന് വൃത്തിക്കും എനിക്ക് നടക്കാൻ പാടില്ലേ? ഈ താടി മുടി ഞാൻ വെട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പ്രിയപ്പെട്ട കലാകാരി രേണുസുതി വന്നിട്ട്. എല്ലാവർക്കും നമസ്കാരം. റണാസുന തങ്കം ചേട്ടനോട് അന്വേഷണം ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. കാരണം ചില വീഡിയോസിലൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട് തങ്കം ചേട്ടനോട് അന്വേഷണം പറയാനായിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും രണാസുനയുടെ ഈ കണ്ടന്റിലോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറെ ഒന്നുമില്ല, ഇവിടെ പ്രകസനം കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരച്ചടുത്ത് ഒരറിയാം തോന്നും അവളുടെ പ്രകസനം കാണുമ്പോൾ. ഓക്കെ, ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഒന്ന് വായിക്കും. ഇവിടെ തന്നെ സ്റ്റോറി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ആരൊക്കെ ചവിട്ടി മെതിക്കാൻ നോക്കിയാലും താഴേക്കില്ല, പുഷ്പയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അതായത് 500K അവളെ ഏറിൽ നിർത്തുമ്പോൾ അവളുടെ വീഡിയോ പറന്നു ഉയരുന്നു. ഊക്കിയതാണ്. അതായത് പാവപ്പെട്ടവളായത് കൊണ്ടല്ലേ അവളെ പലരും താഴ്ത്താൻ ശ്രമിച്ചത്. രേണു ഉയരത്തിലേക്ക്. വിവരദോഷി ആരോ ഇട്ട ഒരു പോസ്റ്റാണ്. പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ജീവിത വിജയം ബൈ കുമാരി എന്ന് പറയുന്ന ചേച്ചി ഇട്ടതാണ്. ഏതോ വിവരമില്ലാത്തതാണ്. കാരണം പറയുന്നുണ്ടല്ലോ, അവള് പാവപ്പെട്ടവളായതുകൊണ്ടാണ് അവളെ എല്ലാവരും കൂടി എടുത്തിട്ട് ആക്രമിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ വേറെ ഒരു പാവപ്പെട്ടവർ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ഇവിടെ ഉള്ളതിൽ ഏറ്റവും പൈസ ഉള്ള ടീമാണ് ഇവള്. പിന്നെ ഇവള് എന്തുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരായിരിക്കണം എന്ന് കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിപ്പ്. അത്ര വേറെ ഒരു എന്തോന്നണ്ടേ. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരാണ് ഈ വിജയത്തിന്റെ മുന്നിൽ ടൈംസ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. എടാ, ഈ ആൽബം, ഈ ദാസപ്പൻ മോനുമായിട്ടൊക്കെ ഉള്ള ആൽബം ആയാലും നിന്റെ അപരാധങ്ങളായാലും കയറി കാണുന്നത് നിന്നെ തെറി വിളിക്കാനാണ്. പറ്റുവാണെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ്, ഈ ആൽബത്തിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്ക്. എന്നിട്ട് അതെടുത്തൊന്ന് കാണിക്കുക. അപ്പം മനസ്സിലാവും ഏറ്റവും കൂടുതൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കുന്നുപോലെ ഒഴുകുന്ന ഒഴുക്ക്. അത് അപരാധം. എന്റെ പൊന്നെ, ഏതെങ്കിലും ഇടിയോ മിന്നലോ പാണ്ടിലോറിയോ JCB ഒന്ന് ഇതിനെ കോരി എടുത്ത് എറിയണം. അങ്ങനത്തെ ഒരു കാട്ടപരാധി മോനാണ്. കണ്ട എവിടെ കിടക്കുന്ന വെടികളെയും വിളിച്ചുകൊണ്ട് വന്ന് കണ്ട അപരാധ വീഡിയോകൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു അപരാധി മോൻ അഭിലാഷ്. ഇവന്റെ ഈ കൊണ കേട്ട് കഴിഞ്ഞാൽ പിടിച്ച് ഓരക്കാൻ തോന്നും. താടിയും മുടിയും വെട്ടണമെങ്കിൽ അവന്റെ അച്ഛൻ വന്ന് അവന് കമന്റ് ഇട്ട് കൊടുക്കണമെന്ന് കേള്. താടി ഞാൻ വെട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പ്രിയപ്പെട്ട കലാകാരി രേണുസുതി വന്നിട്ട്. പ്രിയപ്പെട്ട കലാകാരി? ഏത് കാലടി കൂടി നിനക്ക് കലാകാരിയായത്? പ്രിയപ്പെട്ട കലാകാരി പോലും. രേണുസിന് വേണ്ടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അഭിലാഷ് വന്ന് കുനിഞ്ഞിരിക്കും. ആയിക്കോട്ടെ. ആ നിമിഷം താടി മുടിയും വെട്ടി അവിടെ രേണുസുതി വന്ന് കമന്റ് ഇട്ടേ ഞാൻ വെട്ടാം. രേണുസുതി മുടി വെട്ടുവോ? രേണുസുതി ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ട ആ നിമിഷം ഞാൻ ഇവനെന്നും മുടി വെട്ടണ്ടാ. നിന്നെയൊക്കെ വെട്ടുന്ന ബാർബറിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ട അപരാധികൾക്ക് മുടി വെട്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ ബാർബർക്കോ? ഇവനെയൊക്കെ നിന്നെക്കാളും ഭേദം നിന്റെ മറ്റവനാണ് കൂട്ടുകാരെ AJP. അവന്റെ വാതൂരി. ഇവനെയൊക്കെ എന്ത് ചെയ്ത ചെലവനും. നാട്ടുകാരെ നിങ്ങൾ പറ, ഇവനെ പോലെയുള്ള വെടലകളെ എന്ത് ചെയ്യണം? കുറെ എവിടെ കിടക്കുന്ന വെടികളെയും വിളിച്ചുകൊണ്ട് വന്ന് ഓരോ അപരാധ വീഡിയോകൾ എടുക്കും. പാലത്തിന്റെ അടിയും മറ്റവിടെ ഇവിടെയൊക്കെ പോയി കുനിഞ്ഞു നിന്നും കൊണ്ട് ഓരോ വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടും. എന്ത് പറയാൻ ഇവനെയൊക്കെ. അയ്യോ, പ്രകസനം. സ്വന്തം ഭർത്താവ് മരിച്ച വർഷം അറിഞ്ഞൂടാ, ഡാറ്റ് അറിഞ്ഞൂടാ, ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, ഓരോ മാസത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ, എത്ര മാസം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, എത്ര വർഷം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, തിങ്കൾ മുതൽ വെള്ളി വരെ ശനി വരെ ഞായർ വരെ ഒന്നും അറിഞ്ഞും കൂടാ. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്തവള് ഇപ്പൊ വന്നിട്ടൊരു പ്രകസനം. അഡ്വാൻസ് വെഡിങ് ആനിവേഴ്സറി തന്നെ, അതായത് എന്തോ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി തന്നെ തോന്നുന്നു, അതുമായിട്ട് വന്നിരിക്കുകയാണ് അവളുടെ പ്രകസനം. ഇത് കണ്ട് വീഴുന്ന കുറെ പോങ്ങ മലയാളികൾ കാണും. വേറൊന്നല്ല, അയ്യോ എന്റെ രേണു, അയ്യോ അവള് സങ്കടത്തിൽ കരയുകയാണോ, അയ്യോ ടോ എന്താണ് അവരാധം.
എന്തുവാ ഏത് മൂഡില്ല? ഏത് മൂഡ്? സുധിച്ചേട്ട മൂഡ്. ഏത് മൂഡ്? സുധിച്ചേട്ട മൂഡ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകം നീ അങ്ങനെ പെട്ടിയിലാക്കിയിട്ട് കുറെ ദിവസമായി. അങ്ങനെ ജീവിതം തുലച്ചിട്ട് കുറെ നാളായി. നിന്നെ കെട്ടിയതിനു ശേഷം അങ്ങേര് സ്വർഗാരോപണവും ചെയ്തത് അവസ്ഥ പറയൂല. അയ്യോ, അങ്ങേര് മരിച്ച ദിവസം അറിഞ്ഞൂടാ, ജനിച്ച ദിവസം അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പ്രഹസനത്തിന് വേണ്ടിയിട്ട് ഉറങ്ങി കിടന്നപ്പോ ആരോ വിളിച്ചു പറഞ്ഞു, മോളെ നാളെ അടുത്ത ആഴ്ച എന്താണ് നിന്റെ മറ്റവന്റെ വെഡിങ് ആനിവേഴ്സറി, എടുത്തിട്ടൊരു വീഡിയോ ഇട്ടോ, ഒരു ഫോട്ടോയും പിടിച്ച് അതോടെ കയറി ഇരിക്കുകയാണ്. തങ്കൻ ചേട്ടനായിരിക്കും മിക്കവാറും ഓർമ്മിപ്പിച്ച. തങ്കൻ ചേട്ടാ ഹായ്. അയ്യാ പണി. ഇതിന് താഴെ വന്നൊരു കമന്റ് ഞാൻ കൊടുക്കാം. ഇനി എന്ത് കോപ്രായം കാണിച്ചിട്ടും കാര്യമില്ല രേണു, നിന്നെ എല്ലാവരും വെറുത്തു. അത് പൂർവ്വ സത്യമാണ്, കറക്റ്റാണ്. ഓക്കെ, ഒരു റീച്ചിങ് കിട്ടുന്നില്ല. അടുത്ത പ്രോഗ്രാമായിട്ട് വന്നേക്കുന്നു രേഷ്മ പി തങ്കച്ചൻ. സ്വന്തം ഭർത്താവ് മരിച്ച് പുതുവർഷം, ഏത് വർഷമാണ് പുള്ളിക്കാരിത്തേക്ക് അറിയില്ല, അപ്പോഴാ വെഡിങ് ആനിവേഴ്സറിയുടെ തീയതിയായിട്ട് വന്നേക്കുന്നത്. സത്യം. ലിജോ ജോയ് എന്തായാലും കറക്റ്റ് കമൻ്റാണ് കേട്ടോ ലിജോ ജോയ്. അതായത് സ്വന്തം ഭർത്താവ് മരിച്ച വർഷവും ഡേറ്റും ഒന്നും അറിഞ്ഞൂടെ, അവള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നിരിക്കുന്നത് ഗീരവത്തെടുക്കുക. എടി നിന്റെ പ്രകടനമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായി, നീ എന്നാ മൂഞ്ചലാണ് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നത് നല്ലോണം നാട്ടുകാർക്ക് മനസ്സിലായി. പിന്നെ ഇനി എന്നാ കിടന്ന് പറഞ്ഞിട്ട് എന്നാ ഒരു കാര്യവുമില്ല. നിന്നെ വെറും തീട്ടക്കണക്കിനാണ് ഇപ്പൊ നാട്ടുകാർ കാണുന്നത്. ഓക്കെ ഓക്കെ. അയ്യോ മകനോട് പിണങ്ങിയോ? ബാ. ഒരു ഉറപ്പില്ല. ഒരു സാധാരണ അമ്മയും മക്കളുമാണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവില്ലയോ? അയ്യോ സൗന്ദര്യ പിണക്കം? എന്ത് പിണക്കാടി അത്? നിങ്ങളൊക്കെ നമുക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കം പോലും ഇല്ല. പിന്നെ എവിടെയാ പണക്കം? അതിന് നീയൊക്കെ കാണണ്ടേ പരസ്പരം? അവന് നിന്നെ വേണ്ട, നീ കാരണം അവന് നാണക്കേട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ അവന്റെ വഴിക്ക് പോയി, അവൻ രക്ഷപ്പെട്ടു, സേഫ്. ഓക്കെ, ഇനി അടുത്ത കൊച്ചും കൂടി വളർന്നു വരുന്നു. അവനും കുറച്ചുകൂടി കഴിയുമ്പോൾ നിന്നെ ചെളിവാരി അടിച്ചിട്ട് അവനും പോകും. പിന്നെ നിന്റെ തങ്കപ്പനും നിന്റെ തങ്കമ്മയൊക്കെ മാത്രം നിന്റെ കൂടെ കാണും, ബാക്കിയെല്ലാം നിന്നെ വിട്ടങ്ങ് പോകും. പിന്നെ നീ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. പിന്നെ വേറൊരു കേസ്, രേണു സുധി എന്ന പേരിൽ നിന്ന് രേഷ്മ പി തങ്കച്ചനിലേക്ക് മാറി. ഇപ്പൊ അതുപോലെ തന്നെ ജനങ്ങളും വെറുത്ത് വിദൂരമല്ല, ഉറപ്പായിട്ടും നിന്റെ ആ ഒരു നാശം എന്ന് വെച്ചിട്ട് നീ ചത്തുവെന്നല്ല ഞാൻ പറയുന്നത്. നിന്റെ ആ ഒരു ഇത് എല്ലാം നശിച്ച് നാറാണത്താവാൻ വലിയ സമയവും കാലമൊന്നുമില്ല. മെയിൻ റീസൺ, എല്ലാത്തിനും പ്രതികരിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പോൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല. സൈലൻസ് ആണ്. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നിനക്കതൊന്നും ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒന്നിനും പ്രതികരിക്കാതെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ്. കാരണം ആരോപണങ്ങൾ വന്നതൊന്നും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല, ചങ്കൂറ്റമില്ല. അതുകൊണ്ട് മൂഞ്ചി ഇരിക്കുകയാണ്. കാരണം വന്ന ആരോപണങ്ങളെല്ലാം ശരിയായ രീതിയിൽ വയ്ക്കുന്നത് പോലെയൊക്കെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നിനും അനക്കമില്ല. പണ്ടല്ലെങ്കിൽ ആരെങ്കിലും ദൂറിയാലും പെടുത്താലും കയറി പ്രതികരിക്കുന്ന രേണുവിനെ കാണാനില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇപ്പം എവിടെയും മൂക്കൂത്തി ഇരിപ്പുണ്ട്, മൂഞ്ചി തിരിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ അനക്കം നഹീഹെ. കാലക്രമേണ അനങ്ങട്ടെ. എന്തായാലും ഇപ്പോൾ ഓൺലൈൻ മീഡിയാസും പഴയതുപോലെ ഇവളുടെ പിറകെയൊന്നും ഇല്ല. ഒരു സമയത്ത് എല്ലാവരും കൂടിയൊക്കെ കിടന്നു. ഇപ്പം അതുപോലെ അത്രയൊന്നുമില്ല. ഏതോ 1-2 മീഡിയയൊക്കെ ഉള്ള കൂടെ ഉള്ളൂ. അതങ്ങനെയാണ്. ഇനി അവന്മാരും പോവും. അവന്മാരും വേറെ കണ്ടന്റ് തിരഞ്ഞങ്ങനെ പോകും. അങ്ങനെ രേണു എന്ന് പറയുന്നവൾ പിന്നെ ഒരു വാല്യൂ ഇല്ലാത്ത ആളാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ളവന്മാർ റിയാക്ട് ചെയ്ത് അത് കാണാൻ കുറച്ച് ആൾക്കാർ കാണാം. അതിന്റെ റീസൺ, നിന്നെ വലിച്ചൊരു ഒട്ടിക്കുന്നത് കാണാൻ കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ പ്രസന്റേഷൻ ആണ് മെയിനായിട്ട് അവർ കാണുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോടും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അതിലെ പ്രസന്റേഷൻ സൂപ്പറാണെന്ന്. ഞാൻ അത്ര വലിയ കിടിലൊന്നുമല്ല, എന്നെക്കാളും പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് നല്ല യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെയൊക്കെ പ്രസന്റേഷൻ കണ്ടിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്നിരുന്ന് കാണുന്നു, കണ്ട് കേട്ട് അങ്ങ് പോകുന്നു. അല്ലാണ്ട് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ രേണു എന്ന് പറയുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലോട്ട് പോകും. അങ്ങ് മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായിട്ട് ഇരിക്കും. പിന്നെ നിന്റെ മെമ്പർഷിപ്പ്, നിന്റെ ഓണർഷിപ്പും ഒക്കെ അവിടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അടിക്കും, ലൈം ലൈറ്റിൽ നീ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അതെനിക്കും അറിയാം. ഇനി അടുത്ത അല്ലെങ്കിൽ ആരെങ്കിലും പേരിൽ കേസെങ്കിലും കൊടുക്കും അറ്റ്ലീസ്റ്റ്. ഇതാര് കട്ടപ്പയോ? കട്ടപ്പ ബാഹുബലിക്ക് സുഖമാണ്. ബാഹുബലിയെ കുത്തിയല്ലോ, അനുമോളാണല്ലോ ബാഹുബലി. അച്ചൂടാ, രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ പേഴ്സണലി. കട്ടപ്പ പറ. അയ്യോടാ, പേഴ്സണലി എനിക്ക് അവരെ അറിയാം. അതുകൊണ്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യരുത്. ഇല്ല
എല്ലാവരോടും ഒരുപോലെ ഇംഗ്ലീഷ് സ്നേഹത്തോടെ നിൽക്കുന്ന കട്ടപ്പ കട്ടപ്പ ഡോണ്ട് വെറി കട്ടപ്പ, പല നാളായി നീ പിന്നിൽ നിന്നും കുത്തിയില്ലേ കട്ടപ്പ. ആരാ ഇത് പറയുന്നത്? എന്ത് നിലവാരം, എന്ത് ക്വാളിറ്റിയാണ് കട്ടപ്പയ്ക്ക് ഇതൊക്കെ പറയാനുള്ളത്? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അയ്യോ, പറയണം കട്ടപ്പ, മിസ്സസ് കട്ടപ്പ, കട്ടപ്പ താങ്കൾ പറയണം. ആരാ ഇതൊക്കെ പറയുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് നിന്നിട്ട് നിന്റെ കൂടെ നിന്ന കൂട്ടുകാരിയുടെ കുതുകാലും വെട്ടി കുത്തി കുത്തി തീർത്തവളാണ് നീ. അവളെ കൂടെ നിൽക്കുകയും ഇപ്പുറത്ത് വന്നിരുന്ന് അവളെ കുതുകാല് വെട്ടുകയും ചെയ്തവളാണ് നീ. നീയാണ് അയ്യോ ഇതിലൊക്കെ അഭിപ്രായം പറയാൻ. നീയൊന്നും മിണ്ടരുത്, ആ വന്ന വഴിയെ വിട്ടോണം. ഇനിയൊന്നും വാ തുറക്കരുത്. നിനക്ക് പറ്റിയത് അഡ്വക്കേറ്റ് പണി തന്നെയാണ്. കാരണം ഏതെങ്കിലുമൊക്കെ കേസിൽ ഏതെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവിടെ പോയിരുന്ന് കോടതിയിലിരുന്ന് വാദിക്കുന്നതായിരിക്കും നല്ല. പിന്നെ അതിനുള്ള കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ രക്ഷപ്പെട്ടാനെ. എന്തായാലും കൊള്ളാം. അഭിപ്രായം പറയാനായിട്ട് വരല്ലേ? നിനക്കൊന്നും അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. ഉള്ള കാര്യം പറയാൻ. കാരണം അമ്മാതിരി കുത്താണ് കുത്തിക്കളിക്കുന്നത്. ഇത്രയും പിന്നീന്ന് കുത്തുന്ന സാധനങ്ങളൊക്കെ അഭിപ്രായം പറയാൻ വരുന്നു. ദൈവമേ പട്ടയപ്പ. ഇനി നമ്മുടെ ഫ്ലവേഴ്സിൽ അനൂപേട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. കട്ടപ്പയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്തേ കേട്ടോ. അനൂപേട്ടൻ പറയുന്ന കുറച്ച് കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴായിരിക്കും. കാരണം സൂചിച്ചേട്ടൻ്റെ അച്ഛനൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. സൂചിച്ചേട്ടൻ തന്നെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് കുറച്ചും കൂടി വലിയ സ്ഥിതിയിലൊക്കെ എത്തേണ്ട ഒരാളായിരുന്നു. അതിലെനിക്കിപ്പോഴും സങ്കടമുണ്ട്. പക്ഷേ നമ്മളത് പലപ്പോഴും സൂചിച്ചേട്ടൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ മുമ്പ് ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടൊക്കെ മാറിയപ്പോൾ സൂചിച്ചേട്ടൻ പല ഷോസ് മിസ്സായപ്പോൾ അതൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ദൈവം അത് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അടിമലേൻ്റെ അടുത്ത് പറയും, കോഴിക്കോട് നിന്ന് തിരിച്ചു വന്ന ഒരു സമയമുണ്ട്, ആ ട്രാവൽ ചെയ്ത് ഷോ കഴിഞ്ഞിട്ട്. ആ സമയത്ത് എപ്പോഴും സൂചിച്ചേട്ടൻ പറയാറുണ്ട്, എനിക്കൊരു വീട് നിങ്ങളെല്ലാം ഇവിടെ വെച്ചതാന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ ഷോ റെഡിയാക്കാം. ആ ഷോ സൂചിച്ചേട്ടന് ആ സമയത്താണ് ഞങ്ങൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, കൊസു എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ പോലും എല്ലാം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു. എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അത് വർക്കൗട്ട് ആയില്ല ആ സമയത്ത്. അപ്പോൾ സൂചിച്ചേട്ടൻ പോയതിനു ശേഷം അതിൻ്റെ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വീട് കിട്ടി. അപ്പോൾ കിച്ചുവിൻ്റെ പഠനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരെയാണോ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് സുധിച്ചേട്ടൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയിപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ സുധിച്ചേട്ടൻ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. കാരണം മരിച്ച സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. അതിന് മുമ്പ് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം സുധിച്ചേട്ടൻ ആദ്യം കൊല്ലത്തായിരുന്നു പറയും, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയത്തായിരുന്നു പറയും. സുധിച്ചേട്ടൻ എപ്പോഴും നമുക്ക് അങ്ങനെ അധികം ആൾക്കാരെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഈ സമയത്ത്. ഇപ്പോഴും പോകാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ആ ചെന്ന സമയത്താണ് ഞാൻ ഷോക്കായി പോയത്. എന്താണ് സുധിച്ചേട്ടൻ ഇങ്ങനെയാണോ എന്നൊക്കെ ആയിപ്പോയത്. അങ്ങനെയാണ്. കാരണം സുധിച്ചേട്ടൻ അതിനുള്ള ഏണിങ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സുധിച്ചേട്ടൻ അങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ആ സ്റ്റേജിൽ വന്നപ്പെട്ടത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ സുധിയുടെ ഫാമിലീസ് എല്ലാം കുറച്ചുകൂടി നന്നായി ജീവിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളും അത് കണ്ടു, രേണുവിനെയും കണ്ട്. ഞങ്ങളും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് രേണുവായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇതൊക്കെ രേണുവിന്റെ ഭാഗത്തുനിന്നുള്ള ഇതെല്ലാം രേണു ഒന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ രേണു ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈബർ ബുള്ളിങ് വളരെയധികം രേണു ആ ഒരു അറ്റാക്കിങ് വളരെയധികമാണ് രേണു ഫേസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഈയിടെ ഒരു ഷോയിൽ വന്നിരുന്നു. അന്ന് രേണു ഒരു ഹോട്ട് സീറ്റിലേക്കായിരുന്നു രേണു വന്നത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ആ ഇന്റർവ്യൂ പോയതും ആൾക്കാർ അതിനെ അഗേൻസ്റ്റ് പറയുന്നതും ആൾക്കാരുടെ പ്ലസ് ആയിട്ട് പറയുന്നതും സപ്പോർട്ട് ചെയ്ത് പറയുന്നതും നെഗറ്റീവായിട്ട് പറയുന്നതും. പക്ഷേ രേണു ഇന്നിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനിങ് ആണ് രേണു ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെയും ഒരുപക്ഷെ അനുകൂലേക്ക് എത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ല. എന്തുകൊണ്ട്? കാര്യം സുധിച്ചേട്ടൻ പോയതിനു ശേഷം നമ്മളവർ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, അവർ ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിൻ്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ ഭാഗത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അപ്പോൾ അവർ പറയും അത് ശരിയാവില്ല. പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാര്യം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയേണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ
കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ, പക്ഷെ അത് ആയി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. അപ്പോൾ രേണു ജീവിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രേണു അതിൽ എക്സ്പ്ലോർ ചെയ്തു ആണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരാൾ വർക്ക് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനം അവരല്ലേ, നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, അവരുടെ ഇഷ്ടത്തിന് അവർ പോട്ടെ, അവർ ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് പറ്റാതെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്, അപ്പോൾ അത് രേണുവിന് അറിയില്ല, അതുകൊണ്ടാണ് രേണു അതിനെ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ കണ്ടിരുന്നു. അത് അത്ര വലിയ അക്കൗണ്ടിങ് ജോബ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു 1 വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നാളെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം, അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം. പക്ഷേ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹ്യൂമാനിറ്റീസോ എന്തോ എടുത്തെന്ന് പറഞ്ഞു, വേറെ നഴ്സിംഗ് ജോബിനോ എന്തോ പോയിരുന്നു. പല കോഴ്സുകൾ രേണു ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയില്ല, രേണു ചിലപ്പോൾ ഓരോരുത്തർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി അല്ലേ അവർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തായിരിക്കാം. അതെന്തായാലും അവരുടെ ഇഷ്ടം, അവരത് ചെയ്യുന്നു അല്ലേ. ഈ ലക്ഷ്മി പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണല്ലോ സുധി മരിക്കുന്നതൊക്കെ. അപ്പോൾ ലക്ഷ്മി ഇതിനകത്ത് ഭയങ്കര അധികം അറ്റാച്ച്ഡ് ആയിരുന്നു സുധിയായിട്ട്. അപ്പോൾ ലക്ഷ്മി പുറത്തേക്ക് എബ്രോട്ട് പോയപ്പോൾ സുധി യൂസ് ചെയ്ത ഷർട്ട് കൊണ്ടുപോയിട്ട് ആ സെയിം സ്മെല്ലുള്ള പെർഫ്യൂം തന്നെ ഉണ്ടാക്കി അവിടുന്ന് പുറത്തുനിന്ന് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അത് രേണുവിന് കൊണ്ടേ കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അത് അവർ അറിഞ്ഞു. അങ്ങനെ അത് ഭയങ്കര അന്ന് ഇതായിരുന്നു ചർച്ച ഒരു സമയത്ത്. അതിനെക്കുറിച്ചൊക്കെ അനൂപിനെ അറിയണ്ടാവും. ഞാൻ ആ സമയത്താണ് കേൾക്കുന്നത്. ആക്ച്വലി രേണു എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫ്ലോറിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി മാത്രമല്ല, പലരും ഇത് കോർഡിനേറ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലോറിൽ. പല ആർട്ടിസ്റ്റുകളും ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, രേണു പറഞ്ഞ പോലെ ശരിയാക്കാം. രേണു ആണ് ഇത് ആക്ച്വലി ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. റെനാസിനൊക്കെ എന്നെ ഫ്ലവേഴ്സ് ജോലി കൊടുക്കാന്നൊന്നും പറഞ്ഞിട്ട് വേണ്ട, നമുക്ക് അമ്മാതിരി ജോലിയൊന്നും ശരിയാവില്ല. നമുക്ക് വേറെ പുതുസ ഇന്ത മാതിരി ഏത് ഞാലാട്ടം ആ ജോലിയൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും കൊള്ളാം. രേണുസുധീൻ്റെ ഇതിപ്പോൾ തീരും. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ അതങ്ങ് അണഞ്ഞണഞ്ഞ് പോയി. ഇപ്പോൾ ഓൺലൈൻ മീഡിയസ് പഴയതുപോലെയുള്ള പിന്നാലെ കൂടുന്നില്ല. പഴയതുപോലെ ഉദ്ഘാടനങ്ങളില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ അതിങ്ങനെ ഓൺലൈൻ മീഡിയാസ് വലുതായിട്ടൊന്നും കൂടത്തില്ല. പിന്നെ എന്തെങ്കിലും അവർ ചോദിച്ചാലും വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല, അണ്ണാക്കി പിരിവെട്ടി ഇരിപ്പുണ്ട്. അങ്ങനെ കാലക്രമേണ ഇനിയിപ്പോൾ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പം ഫുള്ളായിട്ട് അങ്ങ് കഥം എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എടുത്തിടും, അല്ലെങ്കിൽ മെമ്പർഷിപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് 2 അപരാധ വീഡിയോ ടോപ്പായിട്ട് കുറച്ചുകൂടി കൂട്ടി അങ്ങോട്ട് കയറ്റിയിടും, വീണ്ടും ചർച്ചയാവാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ കുറച്ച് ഉളത്തനങ്ങളും പരിപാടികളും കാണിക്കുമെന്നല്ലാണ്ട് ഇനി ഇല്ല. കാരണം ഇവളെന്താണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞ് എക്സ്പോസ് ആയി. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഇവളെ പോലത്തെ കേടുകെട്ട മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ ഇമാതിരി തീട്ട കേസുകളായിരിക്കും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു മനുഷ്യനും ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല ജീവിതത്തിലുള്ള കാര്യം പറയാമല്ലോ. ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഇങ്ങനെ അളിഞ്ഞ് നാറിയ ഒരു കഴിപ്പണം കെട്ടത് അതായിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, ഈ കണ്ണാടി വെച്ച് എണ്ണ നടുക്കിക്കണം വരണ സകലമാന പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാതിരിക്കുകയാണ്. അയ്യോട്ടോ, അയ്യോ ഞാനൊന്ന് പിടിക്കട്ടെ. വേണ്ടടാ നീനെ പിടിക്കണ്ട, മാറടാ. അവിഞ്ഞളിഞ്ഞിരിക്കുന്നു. എല്ലാവളുമാരെയും പോയി അങ്ങോട്ട് പോയി ചാടിക്കയറി കെട്ടിപ്പിടിക്കുന്ന ഒരു അണ്ണനാണ്. അണ്ണൻ്റെ മെയിൻ ഇത് കെട്ടിപ്പിടിയാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ്റെ അടുത്ത് ഒരു പെണ്ണിനെ തനിയെ കെട്ടിക്കഴിഞ്ഞാൽ ഇവൻ പണ്ണം അതൊരു ലെവലിലാണ് ഇവൻ നിൽക്കുന്നത്. എല്ലാ പെണ്ണുങ്ങളും ചാടി ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ്റെ നിപ്പ് നോക്ക്, കള്ളം കാവടി കക്ക. അയ്യട്ടോ അച്ഛട്ടോ എന്തോന്നട്ടോ, അയ്യോ പിടിച്ച് സകലമാന പെണ്ണുങ്ങളെ ഇവൻ പിടിക്കണില്ലേ. അങ്ങനെ ഒരു അപരാധം എൻ്റെ ഇടയിൽ കൂടി പോയിട്ടുണ്ട്. എന്തായാലും സുഹൃത്തുക്കളെ കൊള്ളാം. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഹൻസിക ഒരു സൈഡിൽ, ഹൻസിക കൃഷ്ണൻ ഒരു സൈഡിൽ, ഇപ്പം വേറൊരു സൈഡിൽ, രേണുസുധി വേറൊരു സൈഡിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ കാണാം.